അസാധാരണ അംഗവൈകല്യത്തോടെ കുട്ടി ജനിച്ചതിൽ ആരോപണ വിധേയയായ ഡോക്ടർക്കെതിരെ വേറെയും പരാതി. ഡോക്ടർ പുഷ്പയെടുത്ത പ്രസവത്തിൽ കുഞ്ഞിന്റെ തോളെല്ലും ഞരമ്പുകളും തകർന്നതായി രക്ഷിതാക്കൾ. 1.5 വയസ്സുള്ള കുട്ടിയുടെ കൈ ഭാഗികമായി തളർന്ന നിലയിലാണ്. കുട്ടിയുടെ അമ്മ അശ്വതിയുടെ ചികിത്സയിലും പിഴവുണ്ടായി. സംഭവത്തിൽ ഡോക്ടർക്കെതിരെ പരാതി നൽകിയിട്ടും ആശുപത്രി അധികൃതർ തുടർ നടപടിയെടുത്തില്ലെന്നും പരാതിയുണ്ട്. ആലപ്പുഴ വനിതാ ശിശു ആശുപത്രിയിൽ പ്രസവത്തിനിടയിൽ നവജാത ശിശുക്കളുടെ കൈയൊടിയുന്നു എന്ന ഗുരുതര ആരോപണം നിലനിൽക്കെയാണ് ഡോക്ടർ പുഷ്പയ്ക്കെതിരെ ഭാഗികമായി തളർന്ന കൈയുള്ള കുഞ്ഞുമായി പരാതിയുമായി വിഷ്ണുവും അശ്വതിയും എത്തുന്നത്. 1.5 വയസ്സുകാരൻ വിഹാൻ ഈ കഴിഞ്ഞ കാലമത്രയും കടന്നുപോയത് വലിയ വേദനകളിലൂടെയാണെന്ന് കുടുംബം പറയുന്നു. ഞാൻ ചോദിച്ചു കുഞ്ഞിന്റെ കൈക്ക് എന്ത് പറ്റിയെന്ന് ചോദിച്ചു. അത് വാക്യൂം ഡെലിവറി എടുത്തപ്പോൾ സംഭവിച്ചാണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു 9-ാം മാസം. ആര് പറഞ്ഞു? അവിടുത്തെ ഡോക്ടർ. അപ്പം ഞാൻ പറഞ്ഞു 9-ാം മാസത്തെ സ്കാനിങ്ങിൽ അവന് യാതൊരു കുഴപ്പങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു. അപ്പൊ ഞാൻ എന്റെ കൈയെടുത്ത് ഞാൻ ടേബിളിൽ വെച്ച് കൊടുത്തു. ഞാൻ പറഞ്ഞു ഈ സെയിം ഇഞ്ചറി തന്നെ എനിക്കും വന്നിരിക്കുന്നത്. ബ്രേച്ചൽ പ്ലക്സസ് ഇഞ്ചറി ആണെന്ന് ചോദിച്ചാൽ പറഞ്ഞ് ആ ബ്രേച്ചൽ പ്ലക്സസ് ഇഞ്ചറിയാണ്, എക്സ്പയർസി ആണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു റിക്കവർ ആവുമെന്ന് വെച്ചാൽ 3 മാസം ഇല്ല 6 മാസത്തിനുള്ളിൽ റിക്കവർ ആവുമെന്നാണ് ഇവർ പറഞ്ഞത്. അങ്ങനെ ഇവര് നേരെ ഇറങ്ങി വന്നപ്പോൾ പറഞ്ഞ് ഞാൻ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കാൻ കേട്ടാന്ന് പറഞ്ഞു. പുഷ്പ ഡോക്ടർ പറഞ്ഞു. അങ്ങനെ നേരെ നിങ്ങളോട് പറഞ്ഞു കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കാൻ. എന്നിട്ട് നേരെ എങ്ങനെ ഒടിഞ്ഞു എന്ന് അവരോട് ചോദിച്ചില്ലേ? കുട്ടിയുടെ കൈ ചോദിച്ചപ്പോൾ പറഞ്ഞ് വാക്യൂം ഡെലിവറി വഴി എടുത്തപ്പോൾ സംഭവിച്ചാണെന്നാ പറഞ്ഞു. പ്രസവ സമയത്ത് ശക്തമായ ബലം കഴുത്തിനും തോളിനുമിടയിൽ വർദ്ധിപ്പിക്കുമ്പോൾ നാഡീഞരമ്പുകൾ വലിഞ്ഞു പൊട്ടുകയോ നീണ്ടുപോകുകയോ ചെയ്യുന്നു. ബ്രാച്ചിയൽ പ്ലെക്സസ് ഞരമ്പുകളാണിവ. ഒരുപക്ഷെ വലിയുടെ ആഘാതത്തിൽ ഈ നാഡികളുടെ വേരുകൾ തന്നെ സുഷുമ്നാ നാഡിയിൽ നിന്നും പിഴുതെടുക്കപ്പെടുന്നു. കേടായ ഞരമ്പുകൾ മോശമായി സംവേദനം നടത്തുകയും പേശികളുടെ ചലനത്തെ ദുർബലമാക്കുകയും ചെയ്യുന്നു. ഇത്തരത്തിൽ പ്രസവ സമയത്ത് വിഹാനെ ഡോക്ടർ പുഷ്പ വാക്വം ചെയ്തെടുക്കുന്നതിനിടയിലാണ് ഞരമ്പുകൾ തകർന്നതെന്ന് ചികിത്സാരേഖകൾ വ്യക്തമാക്കുന്നു. സമാനമായ പരാതി പല കോണുകളിൽ നിന്നും ഉയരുന്നുണ്ട്. എല്ലാ ദിവസവും കരച്ചിലും ബേളമായിരുന്നു. അല്ല, അപ്പൊ നിങ്ങൾ WNC അന്ന് തന്നെ മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്തു? റെഫർ ചെയ്തു. ഇവിടെ ഇങ്ങോട്ടേക്ക് റെഫർ ചെയ്തായിരുന്നു. ഇങ്ങോട്ടേക്ക് റെഫർ ചെയ്തപ്പോഴാണ് പറഞ്ഞത് സ്ലിംഗ് ഇടാൻ പറഞ്ഞു, കുളിപ്പിക്കണ്ടെന്ന് പറഞ്ഞു. പ്രസവിച്ച ഉടൻ തന്നെ കുട്ടിയെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിരുന്നു. എന്നാൽ ഡിസ്ചാർജ് സമ്മറിയിലടക്കം ഇക്കാര്യങ്ങളൊന്നും ആശുപത്രി അധികൃതർ രേഖപ്പെടുത്തിയില്ല. പ്രസവശേഷം സ്റ്റിച്ച് പൂർത്തിയാക്കാതെ വീട്ടിലേക്ക് മടങ്ങിയ ഡോക്ടർ തനിക്ക് രക്തസ്രാവം ഉണ്ടായതിനെ തുടർന്ന് മണിക്കൂറുകൾക്ക് ശേഷം മടങ്ങിയെത്തിയാണ് തുന്നൽ പൂർത്തിയാക്കിയതെന്നും അശ്വതി പറയുന്നു. ആദ്യം കുട്ടിയെ വാക്യൂമിൽ പുറത്തെടുത്തിട്ട് ഇവര് സ്റ്റിച്ച് ഇട്ട് കഴിഞ്ഞിട്ട് ജൂനിയർ ഡോക്ടർമാരാണ് സ്റ്റിച്ച് ഇട്ടത്. എന്നിട്ട് അവരങ്ങും പോയി. ഞാൻ അപ്പോഴത്തേക്കും ആ ലേബർ റൂമിൽ തന്നെ കിടക്കുമായിരുന്നു. കുറച്ച് കഴിഞ്ഞിട്ട് നഴ്സുമാരും 1-2 സ്റ്റാഫും കൂടി ബോഡി ക്ലീൻ ചെയ്യാൻ വേണ്ടിട്ട് വന്നായിരുന്നു. ക്ലീൻ ചെയ്യാനായിട്ട് കാല് രണ്ടും കൂടി കുത്തിയപ്പോഴത്തേക്കും താഴോട്ട് ബ്ലഡ് പോകുന്നു. അപ്പം എനിക്ക് ഫീലായി എന്തോ നമ്മുടെ ദേഹത്തൂടി താഴോട്ട് പോകുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്തപ്പോഴത്തേക്ക് 1-2 നഴ്സുമാർ റൂമിൽ നിന്ന് പെട്ടെന്ന് ഇറങ്ങിപ്പോയി. അവർ വന്ന് കുറെ കോട്ടൺ എല്ലായിട്ട് വന്ന് ഒപ്പുന്നത് കണ്ടപ്പോൾ ഞാൻ കണ്ടു, റെഡ് കളർ കണ്ടു പഞ്ഞിക്കകത്ത്. അപ്പൊ എനിക്ക് മനസ്സിലായി അത് ബ്ലഡ് ആണെന്ന് മനസ്സിലായി. ഈ പുഷ്പ ഡോക്ടറിന്റെ കൂടെ വേറൊരു മെയിൽ ഡോക്ടറും ഫീമെയിൽ ഡോക്ടറും ഉണ്ടായിരുന്നു. ആ മെയിൽ ഡോക്ടറാണ് എന്നോട് വന്ന് പറഞ്ഞത് സ്റ്റിച്ച് കുറച്ച് കൂടുതലുണ്ട്, അത് ഞങ്ങൾ ഇടത്തില്ല, മെയിൽ ഡോക്ടറെ അത് ഇടത്തുള്ളൂ, ഡോക്ടർ വീട്ടിൽ പോയിരിക്കുവാണ്, കുറച്ച് കഴിഞ്ഞിട്ട് വരും, എന്നിട്ട് ആ സ്റ്റിച്ച് ഇടുവെന്ന് പറഞ്ഞത്. ഒരു അപകടശേഷം കൈയുടെ ചലനശേഷി നഷ്ടപ്പെട്ടയാളാണ് വിഷ്ണു. ഇതിനിടയിലാണ് കുഞ്ഞിനുണ്ടായ ദുരന്തം. ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ദീപ്തിക്ക് പരാതി നൽകിയപ്പോൾ മെഡിക്കൽ ബോർഡ് കൂടിയ ശേഷമേ നടപടിയെടുക്കാൻ കഴിയൂ എന്ന് പറഞ്ഞ് ഒഴിവാക്കുകയായിരുന്നുവെന്ന് കുടുംബം ആരോപിക്കുന്നു. പ്രസവ നിർത്തൽ ശസ്ത്രക്രിയയെ തുടർന്ന് ആശ എന്ന ലാബ് ടെക്നീഷ്യൻ മരിച്ച സംഭവം, ഇവയിലെല്ലാം പ്രതിസ്ഥാനത്ത് ഡോക്ടർ പുഷ്പയുടെ പേരായിരുന്നു ഉയർന്നു കേട്ടത്. എന്നാൽ ഈ കേസുകളിലൊന്നും തന്നെ ആരോഗ്യവകുപ്പിന്റെ അന്വേഷണം എങ്ങുമെത്തിയില്ല. നവജാത ശിശുവിന് അംഗവൈകല്യം സംഭവിച്ച കേസിലും ആരോഗ്യവകുപ്പിന്റെ അന്വേഷണം പേരിന് മാത്രമാണോ എന്ന് വേണം കാത്തിരുന്ന് കാണാൻ. ശരണ്യ സ്നേഹജൻ, News 18, ആലപ്പുഴ.